നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷോയി സംബന്ധിച്ച ശാസ്ത്രീയമായ സംശയങ്ങൾക്കും അറിവുകൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാം. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. SMS ചെയ്യുന്നതിന് മുമ്പായി NTB എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഷീബ, എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത്. ശരി, പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 53 നവംബർ 18. സമയവും സ്ഥലം? ടൈം 9:41. രാത്രിയാണോ? രാത്രി. അശ്വതി നക്ഷത്രമാണോ? അശ്വതി. എന്താണ് അറിയേണ്ടത്? പറഞ്ഞോളൂ. അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം അഷ്ടമത്തെ ശനിയാണ്. അഷ്ടമത്തെ ശനി എന്ന് പറഞ്ഞാൽ 8 ശനി എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വാതരോഗമായിട്ട് ബന്ധപ്പെട്ടാണ് ശനി. പുറം വേദന, മുട്ടുവേദന, ഇൻഫ്ലമേഷൻ, ജോയിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പറ്റിയൊരു സമയമാണ്. അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. ഇത് ഏറ്റവും ബേസ്റ്റൊന്നാകുന്ന ഒരു ജാതകമല്ല. കാരണം ജനിച്ച സമയത്ത് ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ശനി എപ്പോഴൊക്കെ വന്നാലും അതൊരു 50% കൂടുതൽ ബാധിക്കത്തില്ല. നല്ല ജാതകമായിട്ട് കണക്ക് കൂട്ടാവുന്നതാണ്. കാരണം വ്യാഴം നിൽക്കുന്ന ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ഈ ശനിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പൊതുവെ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ്. ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇനിയുള്ള സമയം എന്താ 2017 സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുകൂലമായ സമയമാണ്. അതുവരെ ഉള്ളൂ ഈ അഷ്ടമത്തെ ശനി. അത് ഈ ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയിലൊക്കെ ഒരു അനുകൂലമായ കാലഘട്ടമാണ്. ഇപ്പോൾ വ്യാഴം അനുകൂലമല്ല, ഗോചരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രഹണം അനുസരിച്ച് വ്യാഴം അനുകൂല സ്ഥാനത്തല്ല. അത് 15/7/2015 മുതൽ അനുകൂലമായ സ്ഥാനത്ത് വരും. അപ്പം അത് മുതൽ ജോലിയിലൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും. ഒരു മിനിറ്റ് ലൈനെ തുറന്നോളൂ. ഒമ്പതാണ് ഏറ്റവും അനുകൂലമായ നമ്പർ. ശനി നീല നിറവും കറുപ്പ് നിറവും ഏറ്റവും അനുകൂലമാണ്. ബ്ലൂ സഫയറാണ്. അല്ല, എവിടെ പോയാലും ഏത് ഈ കാലഘട്ടം കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ഓക്കെ, വെൽക്കം. ഷീബയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് കണ്ട് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ മാച്ചിങ് നമ്മൾ പറയാറുണ്ട്, അതുപോലെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ഇതുപോലെ തന്നെ മാച്ചിങ് തീർച്ചയായിട്ടും അതിനകത്ത്. പക്ഷേ ചില പൊരുത്തങ്ങൾ ആവശ്യമില്ല. ഒന്നാമത് രാശിപ്പൊരുത്തം, രാശിപ്പൊരുത്തം, ലോങ് ലാസ്റ്റിംഗ് മാരേജ്, പിന്നെ വശ്യപ്പൊരുത്തം. അത് വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴക്കുണ്ടാകാതിരിക്കാൻ എന്ന ഒരു ഇതാണ് ബിസിനസ്സിനെ പറ്റി നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനത്തെ പൊരുത്തങ്ങളൊക്കെ നോക്കിയാൽ മതി.
ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ തന്നെ അത് ആ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് വളരെ നീണ്ടു പോകുന്നതാണ്. അതില്ലെങ്കിൽ ഒരു വർഷത്തിനകം ഇത് അടിച്ചു പിരിയുന്ന ഒരു അതങ്ങനെ ഒത്തിരി കാണുന്നുണ്ട്. ചില ഇതിൽ നോക്കുമ്പോൾ കാണാം കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ പറ്റിയൊക്കെ ശരിക്കും പറഞ്ഞു കാണാം. കുട്ടികൾ ഉണ്ടാകാം, ഉണ്ടാകുന്നില്ല എന്നൊക്കെ. അതെ, അതിനൊക്കെ എത്രത്തോളം ശാസ്ത്രീയത എങ്ങനെയാണ് ഇതിന്? അതായത് വ്യാഴം എന്ന് പറയുന്ന സന്താനകാരകനാണ്. 5ാം ഭാവം എന്ന് വെച്ചാൽ സന്താന ഭാവമാണ്. അതുപോലെ 9ാം ഭാവം കൊണ്ടും കുട്ടികളെ നോക്കാറുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം എത്ര കുട്ടികൾ എന്നറിയാം. 2 പേരുടെ നോക്കണം. പരിപൂർണമായിട്ട് പറയണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകം കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ മാത്രമേ ഇത് എൻ്റെ 100% ശരിയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. സിന്ധു. ശരി, പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 31st May 1997. 2:37. 12:30. എവിടെ ജനിച്ചത്? 18/5/97. 31 മെയ് 1997. 31 മെയ് 1997. സമയം 12:35 PM ആണോ? 12:35 PM. കാലിക്കറ്റിലാണ് ജനനം. ഉത്രട്ടാതിയാണോ നക്ഷത്രം? ഉത്രട്ടാതി നക്ഷത്രമാണോ? എന്താ പഠിച്ചോണ്ടിരിക്കുകയാണോ? ഇതിനകത്ത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ഒരു ജാതകമൊക്കെയാണ്. കാരണം ഭാഗ്യവശാൽ ഇപ്പം ശനിയുടെ ദോഷമൊന്നുമില്ല. വ്യാഴം ഏറ്റവും അനുകൂലമാണ്. ഈ ജാതകത്തിൽ ബുധൻ തനിയെ നിൽക്കുന്ന ഒരു ജാതകമാണ്. എന്നുവെച്ചാൽ 90% ജാതകത്തിലും സൂര്യൻ്റെ കൂടെ ആയിരിക്കും ബുധൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ബുധന് മങ്ങലുണ്ടാകും. അപ്പം ബുധനാണ് വിദ്യാകാരകൻ. അപ്പോൾ ഇതിനകത്ത് ബുധൻ തനിയെ നിൽക്കുന്നതുകൊണ്ട്, അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. അതുപോലെ സൂര്യന് 90% ബലമുണ്ട്. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായ സൂര്യന് ബലമുള്ളതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളിലെ ആ കുറവുകൾ നികത്താൻ പറ്റിയ ഒരു ജാതകമാണിത്. അതുപോലെ ശുക്രൻ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ശുക്രൻ 11-ൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബരപൂർണമായ ജീവിതം, നല്ല ദാമ്പത്യ ജീവിതം, ഇതെല്ലാം ഉണ്ടാകേണ്ട ഒരു ജാതകമാണ്. ശുക്രൻ ആണ് ആഡംബരത്തിൻ്റെ കാരകത്വമുള്ള ഗ്രഹം. അപ്പോൾ അത് ഏറ്റവും അനുകൂലമാണ്. ശനി പോലും ഇതിനകത്ത് ഒരു ബന്ധുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ശനിയുടെ ദോഷങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും അത് ഒരു 100% ചീത്തയൊന്നും ആകത്തില്ല. ഭാവി വളരെ ശോഭനമാണ്. ഏത് വിഷയമാണ് ഇതിനകത്ത് 4ാം ഭാവം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടാണ്. 4ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ ലഗ്നത്തിൽ തന്നെ നിൽപ്പുണ്ട്. 4ാം ഭാവത്തിൻ്റെ ഭാവമായിട്ട് ബന്ധപ്പെട്ട പല ഇപ്പോൾ എൻജിനീയറിങ് അല്ലെങ്കിൽ സർജറി ഇതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും അനുകൂലമാണ് ഇതിനകത്ത്. അതുപോലെ ആർക്കിടെക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെഡിസിന് ഇതിനകത്ത് വളരെ അനുകൂലമാണ്. പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിനകത്ത് വ്യാഴം, വൈദ്യനാഥനായ വ്യാഴത്തിനെ കൊണ്ട് ഒരു യോഗമുണ്ട്. അതിന് നീചഭംഗ രാജയോഗം എന്ന് പറയും. അപ്പം വ്യാഴമാണ് വൈദ്യനാഥൻ. അപ്പം
ആയിട്ട് ബന്ധപ്പെട്ട ഏത് സബ്ജക്റ്റും വളരെ നന്നായിട്ട് മുന്നേറാൻ പറ്റിയതാണ്. പിന്നെന്താ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ എന്താണെന്ന് വെച്ചാൽ ഒരു കോറൽ ധരിക്കുന്നത് നല്ലതാണ്. റെഡ് കോറൽ, ചുവപ്പ് ചെറിയൊരു കോറൽ, അതായത് ഒരു 3 കാരറ്റൊക്കെ ഉള്ള ഒരു കോറൽ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ ചൊവ്വ നിൽക്കുന്നത് അത് ഒരു നീചഗ്രഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അത് മാത്രം ധരിച്ചാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായാണത്. ഇപ്പോൾ വിദേശ ബന്ധമുള്ള ഗ്രഹമല്ല ഏറ്റവും അനുകൂല സ്ഥാനത്താണ്. വിദേശത്തൊക്കെ പഠിക്കാനുള്ള സാധ്യതയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. കൺഫ്യൂഷന്റെ കാര്യമല്ല, മെഡിസിന് പോകാൻ പറ്റിയ ജാതകമാണ്. സിന്ധു വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കുന്നു, ഉചിതമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ എല്ലാ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ജോൺ, ഷാർജ. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 17/12/86. 17/12/86. 10:30 AM കുവൈറ്റ്. രാവിലെ 10:30 കുവൈറ്റ്. 17/12/1986 10:30 AM കുവൈത്തിലാണ് ജനനം. നക്ഷത്രം അറിയാമോ? തിരുവാതിര. എന്താ അറിയണ്ടേ? നമ്മുടെ ഭാവിയെ കുറിച്ചും ദാമ്പത്യ ജീവിതത്തെ കുറിച്ചും. ഇപ്പം ഏതായാലും ശനിയുടെ ദോഷമൊന്നുമില്ല. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ഭാവി ജീവിതമൊക്കെ വളരെ നല്ലതാണ്. ശുക്രൻ അതിൻ്റെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. എല്ലാം ഉണ്ട്. കാരണം ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതുപോലെ വ്യാഴം നിൽക്കുന്നത് തന്നെ, സന്താനകാരകനായ വ്യാഴം നിൽക്കുന്നത് തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥാനത്താണ്. എന്നുവെച്ചാൽ കുംഭവ്യാഴം എന്ന് പറയും. അത് കർക്കിടകത്തിലാണ് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രം. അത്രയും തന്നെ പവർഫുള്ളാണ് കുംഭവ്യാഴത്തിനും. ഓക്കെ, ഭാവിയൊക്കെ ദാമ്പത്യ ജീവിതം വളരെ നന്നായിരിക്കും. കാരണം ഇതിനകത്ത് സൂര്യന് ബലമുള്ള സ്ഥാനം. സൂര്യനാണ് 7ാം ഭാവത്തിൻ്റെ അധിപൻ. ജോണിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ്. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. ഓക്കെ, ബാഷാണ് SMS അയച്ചിരിക്കുന്നത്. ബാഷ് 10/4/1959. 10/4/1959 ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെയ്തിരിക്കുന്നത്. കാലിക്കറ്റിലാണ്. 10/4/1959 2 PM കാലിക്കറ്റ്. ഭരണി നക്ഷത്രമാണ്. ഏത് സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഭരണി നക്ഷത്രമാണ്. ഫ്യൂച്ചർ കൂടെ അറിയാം. ഭരണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോൾ അഷ്ടമത്തി ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ ചെറിയ രീതിയിൽ മുറിവുകൾ, ചതവുകൾ ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ അഷ്ടമത്തി ശനി എന്ന് പറയുന്നത്. പൊതുവെ ഒരു നല്ല ജാതകമായിട്ട് കണക്ക് കൂട്ടാം. സൂര്യന് 90% ബലമുണ്ട്. അതുപോലെ ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. വ്യാഴവും ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിൽ തിരിച്ചു വരാം. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടെ ചേരുന്നു. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് ഗീതു എന്നാണ്. ഗീതു എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത്. പറഞ്ഞോളൂ ഗീതു. ഡേറ്റ് ഓഫ് ബർത്ത് 19/3/1986. 86. സമയം
സമയം 12 മണി ഉച്ചക്ക്. സ്ഥലം നാട്ടില് തൃശ്ശൂര്. തിരുവാതിര നക്ഷത്രമാണോ? തിരുവാതിര നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത്? എനിക്ക് പുറത്തോട്ടൊക്കെ പോവാനായിട്ട് യൂറോപ്യൻ അതിന്റെ ഒക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് അറിയാൻ, എന്റെ ഭാവിയെ കുറിച്ച്, ജോലിനെ സംബന്ധിച്ചും. ഇതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെല്ലാം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ഏത് വിദേശ രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാലും അതൊക്കെ നടക്കാൻ പറ്റിയ ഒരു ജാതകമാണ്. ഇതിനകത്തൊരു ഭാഗ്യക്കുറവ് മാത്രമാണ് കാണുന്നത്. കാരണം ഭാഗ്യത്തിൻ്റെ അധിപൻ ശനിയാണ്. ആ ശനിയുടെ സ്ഥാനം അത്ര അനുകൂലമല്ല. അപ്പോൾ ശനിയെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഭാഗ്യം വർദ്ധിക്കും. ഭാഗ്യം വർദ്ധിക്കുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും. ഇതിനകത്ത് സൂര്യൻ ഏറ്റവും നല്ല സ്ഥാനത്ത് 90% ബലത്തിൽ നിൽപ്പുണ്ട്. ശുക്രൻ അതിൻ്റെ 100% ബലത്തിൽ നിൽപ്പുണ്ട്. വ്യാഴം ഏറ്റവും ബലവാനായി നിൽക്കുന്നു. ഈ ശനി മാത്രമേ ഉള്ളൂ മോശം. അതുകൊണ്ടൊരു 3 കാരറ്റ് തൊട്ട് 3.5 കാരറ്റ് വരെയുള്ള ബ്ലൂ സഫയർ ഇടത്തെ കൈയിലെ നടുവിരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഭാഗ്യം വർദ്ധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമാകും. ട്രൈ ചെയ്യാം. ഇതിനകത്ത് ഫാമിലിയെ സംബന്ധിച്ച് ശുക്രനെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ആളിന് ഇതിനകത്തൊരു യോഗം കൂടെ ഉണ്ട്. അതിന് മാളവീയ യോഗം എന്ന് പറയും. അത് ശുക്രനെ കൊണ്ടുള്ള യോഗമാണ്. ശുക്രനാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്വമുള്ള ഗ്രഹം. ശുക്രൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ യോഗം വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ദാമ്പത്യ ജീവിതം ഈ ശനി കാലഘട്ടം ഒഴിച്ച് ബാക്കിയൊക്കെ വളരെ നന്നായിരിക്കും. ഇപ്പം ശനി ഇല്ലല്ലോ. ഇല്ല. അല്ലെങ്കിൽ ഗീതുവിന് വിശദമായ പരിശോധനയ്ക്ക് ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണാവുന്നതുമാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകാം. മറ്റേ നമുക്കിപ്പം മാച്ചിങ്ങിനെ പറ്റി പറഞ്ഞു, അത് കുറേ പറയാനുള്ള വിഷയമാണ്. നോക്കിയിട്ട് ഹോറോസ്കോപ്പ് മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയേണ്ടത് വിശദമായ 2 ജാതകങ്ങൾ കൂടെ നോക്കിയിട്ട്. അത് നമുക്ക് തിരിച്ചൊരു പ്രേക്ഷകൻ കൂടെ ചേരുന്നു. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം, പേര് പറയൂ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? പപ്പു. അപ്പു ആണോ? പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഫുജേറ. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 89 ജൂലൈ 10. സമയം ജനിച്ച സ്ഥലം എവിടെ? കാലിക്കറ്റ്. 1:30 PM. 1:30 PM. നക്ഷത്രം അറിയാമോ? ആത്തം നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത്? പറഞ്ഞോളൂ. മാരേജ് കഴിഞ്ഞതാണോ? നോക്കാണല്ലേ. ഇപ്പം ഏതായാലും മാരേജിനൊക്കെ പറ്റിയ സമയമാണ്. കാരണം ഇപ്പം ഏഴശനിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ ശുക്രൻ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പം വിവാഹത്തെ ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റിയൊരു സമയമാണ്. പിന്നെന്താ അറിയണ്ടേ? ഒന്നും മനസ്സിലായില്ല. പറയുന്നത് മനസ്സിലായില്ല അപ്പു. ഏതാണ് വിഷയം മനസ്സിലായില്ലേ? നല്ല സമയമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനാണ് ജോലി സംബന്ധമായിട്ട് അതാ പറഞ്ഞ കഴിഞ്ഞ 7.5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ചീത്ത സമയം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ശനിയുടെ ദോഷമൊന്നുമില്ല. അതുപോലെ വ്യാഴം, ധനകാരകനായ വ്യാഴം, ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ തരുന്ന വ്യാഴം ഇപ്പം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. അക്കാര്യത്തിലൊക്കെ
ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ പുരോഗതിയും സന്തോഷവും ഒക്കെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണിത്. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ. എന്തായാലും അപ്പുവിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചത് വളരെയധികം നന്ദി. എന്തായാലും നമുക്കിടന്ന് ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഓക്കെ, വെൽക്കം. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ എല്ലാ അറിവുകൾക്കും സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണാവുന്നതുമാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും അനുയോജ്യ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാകട്ടെ. നാളെ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.